നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊത്തിരി പരാജയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പാതി വിജയിച്ചു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും തരണം ചെയ്തു പോകുന്നതിന് കാരണം എൻ്റെ ഈ കുഞ്ഞാണ്. ഇവനിലൂടെയാണ് ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്. സങ്കടങ്ങളെ മറന്ന് സന്തോഷങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ച എൻ്റെ ശത്തൻ്റെ കഥയാണിത്. അതെ, ഇത് ശത്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. ഇനി നമുക്ക് കഥയുടെ ബാക്കി പറയണ്ടേ? സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ താമസിച്ചത്. ഇനി അടുത്ത വീഡിയോയും കുറച്ചൊന്ന് താമസിക്കും കേട്ടോ. ശക്തനെ എൻ്റെ കയ്യിൽ കിട്ടിയല്ലോ. അപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് തോർന്നിരുന്നു. എൻ്റെ കുഞ്ഞിനെ കണ്ടതോടെ എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം. അവിടുന്ന് പൊക്കിയെടുത്ത് തോളത്തിട്ട് ഞാൻ ഷെൽട്ടറിലേക്ക് നടന്നു. എൻ്റെ തോളിലിരിക്കുമ്പോഴും ആ സങ്കടാവസ്ഥയിലും വഴിയിൽ കണ്ടൊരു പൂച്ചയോട് യുദ്ധത്തിന് പോയി. ഷെൽട്ടറിൽ കൊണ്ടുചെന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ആഹാരം കൊടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ഫുഡില്ല. ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് അവരോട് ദേഷ്യം തോന്നി. കാരണം എൻ്റെ കുഞ്ഞ് ചാടിപ്പോയെന്നും പറഞ്ഞ് അവൻ്റെ ഫുഡ് മാറ്റി വെക്കണ്ടേ? അവനൊരിക്കലും തിരിച്ചു വരത്തില്ലെന്ന് അവർ വിചാരിച്ചോ? അവൻ്റെ 1 മാസത്തെ ചിലവിനുള്ള തുക ഞാൻ ഓൾറെഡി അവിടെ അടച്ചു കഴിഞ്ഞതാണ്. തലേന്നും കുഞ്ഞിന് ആഹാരം ശരിയായിട്ടില്ല. കുഞ്ഞ് വിശന്ന് തളർന്നിരിക്കുക. ഞാൻ അവനെ അകത്ത് ജനലിൽ കെട്ടിയിട്ടിട്ട് ഫുഡ് വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. അവിടെ എവിടെയാണ് ഹോട്ടലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും അകത്ത് ഭയങ്കര കരച്ചിൽ കേൾക്കാം. വീണ്ടും ഞാൻ ഇട്ടിട്ട് പോവാണെന്ന് പേടിച്ചു പോയി. ഞാൻ റോഡിലെത്തിയപ്പോഴത്തേക്കും വീണ്ടും മഴ തുടങ്ങി. കയ്യിലാണെങ്കിൽ കുടയില്ല. മഴ അങ്ങോട്ട് കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് അവിടെ ഗേറ്റ് തുറന്ന് കിടക്കുന്ന ഒരു വീട്ടിൽ ഞാൻ ചെന്ന് കയറി നിന്നു. ടാർപോളിൻ ഷീറ്റ് കെട്ടിയ ഒരു കാർ ഷെഡിൽ. ആ സിറ്റൗട്ടിൽ ഒരു കുഞ്ഞിക്കുട ഇരിക്കുന്നത് കണ്ടു. ആരോടെങ്കിലും ചോദിക്കാതെ എടുക്കുന്നത് എങ്ങനെയാണ്? ഡോറ് ലോക്ക് ചെയ്തിരിക്കുക. അപ്പോഴാണ് ജനലിൽ കൂടി 2 കണ്ണുകൾ എന്നെ നോക്കുന്നത്. ഒരു കുഞ്ഞിപ്പെണ്ണ്. ഞാൻ പറഞ്ഞു, അമ്മയൊന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഇല്ല, വിളിക്കത്തില്ലെന്ന് പറഞ്ഞു. കുറേ പറഞ്ഞിട്ടാണ് കൊച്ചമ്മയെ വിളിച്ചത്. കുറച്ച് കഴിഞ്ഞൊരു ഡോർ തുറന്ന് കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫാദറാണെന്ന് തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, ആ കുടയൊന്ന് എടുത്തോട്ടെ, ഒരു എമർജൻസിയാണ്, തിരികെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു. പിന്നെ കൂട്ടത്തിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഊണ് കിട്ടുന്ന ഹോട്ടലൊന്നും അടുത്തില്ല, 1 കിലോമീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടുത്തെ ക്യാൻറ്റീനിൽ ചോറ് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ആ കുടയും എടുത്ത് നടന്ന്. മുമ്പ് കണ്ട പാടത്തും പറമ്പിലും എല്ലാം നടന്ന് കാലയിൽ പല മുറിവുകളും ഉണ്ടായിരുന്നു. മഴവെള്ളം വീണപ്പോൾ ആ മുറിവെല്ലാം കൂടെ അങ്ങോട്ട് നീറ്റലും കൂടാതെ ചെരുപ്പിട്ട് നടക്കാനും വയ്യാത്ത അവസ്ഥ. ചെരുപ്പിൻ്റെ ബാറ് കൊള്ളുന്നിടത്ത് ആ മുറിവാണ്. പിന്നെ ചെരുപ്പ് ഊരി ഞാനൊരു കൈ പിടിച്ചങ്ങ് നടന്നു. കുറേ നടന്നു കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീനിലെത്തി. അവിടെ ചോറും ബീഫ് കറിയും വാങ്ങിച്ചു. ചിക്കൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞു. അതും വാങ്ങി ഇറങ്ങിയപ്പോഴാണ് മുമ്പിൽ ഒരാൾ വന്ന് നിന്നത്. പെട്ടെന്ന് ഞാൻ ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ച് പൊട്ടിച്ച് അവളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. തിന്നുന്നത് കണ്ടിട്ടാണ് ഞാൻ പോരുന്നത്. ചോറ് വാങ്ങിക്കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആരെങ്കിലും വഴക്കിന് വരുമോ, അല്ലെങ്കിൽ ചോറ് കൊടുത്താൽ പ്രശ്നമാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. തിരിച്ചു വരും വഴി കുട ആ വീട്ടിൽ കയറി കൊടുത്തു. മഴ തോർന്നിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ ഞാൻ കുടയും കൊണ്ട് തിരിച്ചു വരാനൊന്നും പോകുന്നില്ലല്ലോ. അതുകൊണ്ട് കുട കൊടുത്തിട്ട് വീണ്ടും ഞാൻ മഴയിലേക്ക് ഇറങ്ങി നടന്നു. കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് അപ്പോഴത്തേക്കും കെട്ടിയിട്ട ലീഷൊക്കെ 2 കഷ്ണമാക്കി കഴിഞ്ഞിരുന്നു. ചോറ് കൊടുത്ത് ബീഫിൻ്റെ മണം അടിച്ചപ്പം കൂട്ടിന് ഒരാളോട് വന്ന് അതിൻ്റെ പങ്ക് പറ്റി. പിന്നെ അവൻ എൻ്റെ അടുത്തുനിന്ന് മാറുന്നേ ഇല്ല. എൻ്റെ അടുത്തുനിന്ന് അവൻ പോയിട്ടില്ല. ഞാൻ പിന്നെ അവരോട് പറഞ്ഞിട്ടൊരു ഓട്ടോ റെഡിയാക്കി 3 മണിയോടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഓട്ടോയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് ഒരു വിളി കേട്ടത്, മോളെ പട്ടിക്കുഞ്ഞിനെ കിട്ടിയോന്ന്. ഞാൻ അവിടെയൊക്കെ നോക്കി, പക്ഷേ കണ്ടില്ലായിരുന്നെന്ന്. ഞാൻ നോക്കുമ്പോൾ രാവിലെ കണ്ട അപ്പച്ചനാണ്. മോളെ, ഞാൻ രാവിലെ പപ്പടം വിൽക്കാൻ ഇറങ്ങിയതാണ്, അതുകൊണ്ട് അങ്ങ് പോയെങ്കിലും മനസ്സ് നിറയെ മോളായിരുന്നു. ഒറ്റയ്ക്കാക്കി പോയതിൽ എനിക്ക് സങ്കടം വന്ന് ഇവിടെ വന്ന് മോളെ ഒന്ന് കണ്ട് വിവരം ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയതാണ്. കിട്ടിയോ മോടെ പട്ടിക്കുഞ്ഞിനെ? അപ്പം ഞാൻ ഓട്ടോയിൽ കയറി പോകാൻ റെഡിയായിരിക്കുന്ന ശത്തനെ കാണിച്ചു കൊടുത്തു. ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ. അങ്ങനെ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ എൻ്റെ നിധിയുമായിട്ട് ഞാൻ തിരിച്ച് പന്തളത്തേക്കിന്. നീണ്ടു നിവർന്ന് കിടക്കാൻ പാകത്തിന് സീറ്റിൽ ഞാൻ ഒതുങ്ങിയിരുന്നിട്ടും അങ്ങേർക്ക് എൻ്റെ മടിയിൽ കിടന്നാൽ മതി. അന്ന് ആ ഇരിങ്ങാലക്കുട നിന്ന് തിരിച്ചു വരുന്ന വഴിയായത്. ആ ഓട്ടോയിലിരിക്കുക. എൻ്റെ മടിയിൽ നിന്ന് അവൻ മാറിയിട്ടില്ല. 6 മണിയായപ്പോഴത്തേക്കും ഞാനങ്ങ് ആകെ തളർന്നു. രാവിലെ മുതലുള്ള മഴ നനച്ചിലല്ലേ, തലവേദനയും വിശപ്പും. അന്നത്തെ എൻ്റെ ആകെയുള്ള ആഹാരം എന്ന് പറയുന്നത് ആ വീട്ടിൽ നിന്ന് കുടിച്ച പച്ചവെള്ളവും പിന്നെ ഷെൽട്ടറിലെ ചേട്ടൻ ഇട്ട് തന്ന ഇച്ചിരി കട്ടൻ കാപ്പിയുമാണ്. ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു പോലും അതുവരെ അകത്ത് ചെന്നിട്ടില്ല. ഓട്ടോക്കാരനോട് പറഞ്ഞു, ചേട്ടാ എവിടെയെങ്കിലും ഒന്ന് നിർത്തി എനിക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ വഴിയോരത്തൊരു തട്ടുകടയിൽ നിന്ന് ദോശ വാങ്ങിച്ചു തന്ന്. ശത്തനാണ് തല പൊക്കാതെ എൻ്റെ മടിയിൽ തന്നെ കിടക്കുക. ഉറക്കം തന്നെ ഉറക്കം.
കൈ കഴുകാൻ വെള്ളം വരെ ഓട്ടോക്കാരൻ എൻ്റെ കൈ കൊണ്ട് തന്ന്. കാശ് അങ്ങേർക്ക് ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അങ്ങേരത് അവർക്ക് കൊടുത്തു. അങ്ങനെ ചത്തനുള്ള പാഴ്സലും വാങ്ങി. ഇടയ്ക്ക് മോൻ വിളിച്ചു, അമ്മ എവിടെയായി, ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. അവനെ ഞാൻ ഈ സംഭവവികാസങ്ങളൊന്നും അതുവരെ അറിയിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നതെന്ന് കരുതി ഇരിക്കുക ചെക്കനെ. 8:30 ആയപ്പോൾ ഞങ്ങൾ പന്തളത്തെത്തി. വീട്ടിലേക്കുള്ള വഴിയായതും എന്തോ മണം കിട്ടിയതുപോലെ ഇങ്ങേര് ചാടി എണീറ്റ് സട കുടഞ്ഞങ്ങ് നിന്നു. മുറ്റത്ത് വന്ന് വണ്ടി നിർത്തിയതും എന്നേക്കാൾ മുന്നേ ചാടി ഇറങ്ങി അവിടെ ആകെ നടന്ന പനിനീര് തളിക്കലാണ്. ശത്തനെ കണ്ട് അണ്ണൻ ഓടി വന്നു. അയാളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒറ്റയ്ക്ക് വരുന്നെന്നാണ് വിചാരിച്ചത്. അവനോട് എന്തൊക്കെയോ പരാതികളങ്ങ് പറഞ്ഞു കൊടുക്കുക, സങ്കടപ്പെടുക. വീട്ടിലേക്ക് ഓടിക്കയറുന്നു, സോഫയിൽ ചാടിക്കയറുന്നു, അവിടുന്ന് വീണ്ടും ഇറങ്ങുന്നു, മുറ്റത്തേക്ക് ഓടുന്നു. അങ്ങനെ കുറേ സന്തോഷ പ്രകടനങ്ങൾ. ഓട്ടോക്കൂലി കൊടുക്കാൻ നോക്കിയിട്ട് എൻ്റെ ഗൂഗിൾ പേ ഒട്ട് വർക്കാവുന്നില്ല. പിന്നെ ഞാൻ ATM പോയി പൈസ എടുത്തു കൊടുത്ത് അയാളെ പറഞ്ഞു വിട്ടു. തിരിച്ച് വീട്ടിൽ വന്ന് കൊണ്ടുവന്ന പൊറോട്ട എടുത്ത് ശത്തന് കൊടുത്തു. അത് മുഴുവനും അങ്ങ് തിന്നു. തണുപ്പിന് ഉടുപ്പ് ഇടിയിച്ച് സോഫയിൽ കിടത്തി. അന്നത്തെ ആ ഫോട്ടോയായത് കേട്ടോ. അപ്പോഴും ആ കണ്ണുകളിലെ ഭയവും മുഖത്ത് സങ്കടവും ഒക്കെ അങ്ങ് തിങ്ങി നിൽക്കുക. ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം. ഞാനൊന്ന് കുളിച്ച് അത്താഴവും കഴിച്ച് അന്നത്തെ ദിവസം എൻ്റെ കണ്ണിൽ നിന്ന് മായാതെ ഉറക്കത്തിലേക്ക് വീണു. അർദ്ധരാത്രി ഒരു 12 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. ഹലോ, ഇത് പ്രീതയല്ലേ? അതെ. ഇത് കൂത്താട്ടുകുളം സ്റ്റേഷനിൽ നിന്ന് SI ആണ്. ഈശ്വര, അന്നത്തെ ദിവസം ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും പോരാഞ്ഞിട്ടാണോ അടുത്ത വള്ളിക്കെട്ട്? നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിക്കേ, പാതിരാത്രി 12 മണിക്ക് എന്തിനായിരിക്കും SI എന്നെ വിളിച്ചത്? ശേഷം കഥ നമുക്ക് അടുത്ത ഭാഗത്ത് പറയാം കേട്ടോ.